good morning. Good morning 10K fam. ഇന്നലെ നമുക്ക് 10K അടിച്ചു. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് 10K ഫാം. ഇന്നലെ നമുക്ക് 10K അടിച്ചു. അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുറച്ചിങ്ങോട്ടിരിക്കല്ലേ ഓക്കെ. അങ്ങനെ നമുക്ക് ഇന്നലെ 10K അടിച്ചു ഗൈസ്. എന്ത് പെട്ടെന്നാണെന്ന് അറിയോ, 1000 ആയി കഴിഞ്ഞിട്ട് പെട്ടെന്നായി കേട്ടോ. എണീറ്റിട്ടില്ല കേട്ടോ. സമയം ഇപ്പം 7:30 ഒക്കെ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെയൊക്കെയാണ് ഈ ടൈമിൽ നമുക്ക് എണീക്കാൻ പറ്റുള്ളൂ. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്കും ജിമ്പോന് ബസ് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പുക്കുട്ടൻ രാവിലെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആൾ രാവിലെ പല്ല് തേക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഫോൺ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ സമയത്തും ഞാൻ കൊടുക്കാറൊന്നുമില്ല, എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് പല്ല് തേക്കുമ്പം ഞാൻ പറയുന്നത് ഭയങ്കര കരച്ചിലാണ് പല്ല് തേക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് ചാടുകയൊക്കെ ചെയ്യും, ഓടുകയൊക്കെ ചെയ്യും. പിന്നെ അത് ഓടിപ്പിടിക്കുകയൊക്കെ വേണം. അപ്പോൾ 2-3 ദിവസമായിട്ട് ആൾ ഗുഡ് ഗേളായിട്ട് ഇരിക്കുന്നുണ്ട്. പല്ല് തേച്ച് നല്ല കരയാതെ പല്ല് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ തരാമെന്ന് പറയും. അപ്പോൾ ആളിങ്ങനെ പല്ല് തേക്കുന്നിടയ്ക്ക് എന്നിട്ട് ചിരിക്കും. അല്ല അപ്പുഷ, അപ്പോ പല്ല് തേക്കുമ്പോൾ എങ്ങനെ അപ്പു ചിരിക്കുക? അതെ, അങ്ങനെ ചിരിക്കും കേട്ടോ. അപ്പോൾ അപ്പൂന് ഞാനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഫോൺ കൊടുക്കും. എന്നിട്ട് ആൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ പെയിൻ നോക്കുമ്പോൾ ഞാൻ ഫോൺ കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ആൾ ഫോൺ പിന്നെ തരില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഫോൺ ചോദിക്കുന്ന സമയത്ത് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫോൺ തരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പല്ല് തേക്കും, ഗുഡ്ഗേളായിട്ട് വഴക്കൊന്നും കൂടാതിരിക്കും. പിന്നെ അതുപോലെ ഫോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തരും. ഇപ്പം നല്ല കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിയായി കേട്ടോ. കണ്ണനൊക്കെ ഉറങ്ങാനായിട്ട് കണ്ണനെ കണ്ട് ഞാൻ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പുതപ്പിൻ്റെ ഉള്ളിൽ. കണ്ണന് കൈയൊന്നും അനക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇറങ്ങാം കേട്ടോ. ഇന്നലെ രാത്രിയത്തെ കാര്യം കേൾക്കണോ? കുഞ്ഞിക്കിളികളുടെ സൗണ്ടുകൾ നന്നായിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ഞങ്ങൾ ശരിക്കും ഇവിടെ കട്ടിൽ ഒരെണ്ണിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി ഒരു കട്ടിലും കൂടി ഇട്ടു കേട്ടോ. അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളല്ല അനിയത്തിയാ പറഞ്ഞു കേട്ടോ. അനിയത്തി പറഞ്ഞു ബെഡ് ഒരു കുഞ്ഞിക്കട്ടിൽ അപ്പുറത്തുണ്ട്, അപ്പോൾ ആ കട്ടിൽ ഇവിടെ ഇടാം, അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ കിടക്കാമെന്ന് ചോദിച്ചിട്ട്. അമ്മ എവിടെയാണോ അവിടെ മക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ താഴെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തർ ചാടി കയറും. കാരണം ഇവർ ഓരോ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി വരും നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ കുറച്ച് ഡേഞ്ചർ അത്. കാരണം നമ്മുടെ അടുത്തേക്ക് ഒട്ടും അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ, അത്ര മേലൊക്കെ ഫുള്ള് ഇളകിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കട്ടിലൊക്കെ ഈ സൈഡിലേക്ക് ഇട്ടു. അപ്പോൾ പിന്നെ പകൽ കുറച്ച് കട്ടിലങ്ങോട്ട് നീക്കുക, കുഞ്ഞു റൂമാണ്, പക്ഷെ കട്ടിൽ കുറച്ചങ്ങോട്ട് നീക്കിയിടുവാണെങ്കിൽ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നലെ എല്ലാവരും 12 മണിയൊക്കെ ആയിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ കണ്ണൻ ഇന്നലെ 12 മണിക്കാണ് കണ്ണൻ ഉറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 മണിക്കാട്ടോ കണ്ണൻ എണീറ്റ് പാൽ കുടിക്കാനായിട്ട്. അതുവരെ കണ്ണൻ എണീച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ല സൂപ്പർ ഡീപ്പ് സ്ലീപ്പ് കിട്ടി കേട്ടോ. പക്ഷെ ഉറക്കം മതിയായിട്ടില്ല. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം, കഴിച്ചിട്ടില്ല. എണീറ്റ് കഴിഞ്ഞ് വേഗം കഴിക്കണം എന്നാണ് അമ്മയുടെ ഓർഡർ. അപ്പോൾ വേഗം കഴിക്കണം. ആദ്യം ബ്രഷ് ചെയ്യണം. കുറച്ച് കിണറ്റിലെ വെള്ളം പപ്പ കോരി വെച്ചിട്ടുണ്ടായിരിക്കും ഗൈസ്. ഒരു കപ്പ് കുടിക്കണം. ആ ഒരു കപ്പ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വയറൊരു അടിപൊളി ഫീലാണ് കേട്ടോ. എന്നിട്ട് പിന്നെന്താ ഫുഡ് കഴിക്കണം. ഫുഡ് എന്താ ഉണ്ടാക്കിയിരിക്കണം പറയില്ല, എന്തായാലും അടുക്കള മെനു പോലും പറയില്ല. ഈശ്വര, മെയ് ലാസ്റ്റ് വീക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മെനു ഞാൻ തന്നെ സ്വയം സെറ്റ് ചെയ്ത് ഞാൻ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട ഒരു വീടാണ് അത്, ചെമ്മാപ്പള്ളി വീട്. ഗൈസ് 3 കുട്ടികളെയും കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ ഗൈസ് നമുക്കൊരു ചേച്ചീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾ 8:30ക്കാണ് എത്തുന്നൊക്കെ പറഞ്ഞത്. ചെമ്പു 8 മണിക്ക് പോകും.
അപ്പോൾ ആൾ വന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ അല്ലേ. അപ്പോൾ ശരി, ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം. ഭയങ്കര വൈകുന്നേരം വായിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഇഹക്കുട്ടാ. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ ചക്കരെ. ക്യാമറ കണ്ടോ? ക്യാമറ കണ്ടോ? ക്യാമറ കണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ. ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. ആയ് ഒമ്പൂ ഇങ്ങനെ കോല കണ്ണ. അപ്പോൾ ഇതൊന്ന് സിബ് അഴിക്കോ? അഴിക്കോ? താങ്ക് യു മുത്തേ. ഓക്കേ. ആ കാലം അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഇഹക്കുട്ടാ പനിയൊക്കെ മാറിയോ? എൻ്റെ മുഖം ഇങ്ങോട്ട് ഇവിടെ നോക്കിയേ. കുയ്. ആ എൻ്റെ മുഖം ഇവിടെയാടാ. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചിരിക്കുടിക്കേ. ആ എന്ത് മത്തങ്ങേ? ഫോണ് കാണ്. ആ ചേച്ചിക്കുട്ടി ഫോണ് കാണണം. ആകെ 5 മിനിറ്റ് ഫോണ് കാണാൻ പറ്റുള്ളൂ. മിണ്ടാതിരുന്ന് ഫോണ് കാണടാ ഉണ്ടമണി. അയ്യോ സോറി ഗൈസ്, അവൾ ആവശ്യമില്ലാത്ത കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. ഓക്കേ താത്താ, വല്യമ്മ പല്ല് തേച്ചിട്ട് വരാം, കഴിച്ചിട്ട് വരാം, പല്ല് തേച്ചിട്ട് വരാം. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. എനിക്ക് മക്കളെയൊക്കെ നോക്കിയിരിക്കാം. മാമിക്കൂട്ടം നല്ല ഉറക്കമാണ്. ജിമ്പി ചേച്ചിയുടെ സ്ഥലം ഇവിടെ നിന്നറിയോ? ഈ കട്ടിൽ കണ്ടോ? അതിൻ്റെ താഴെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. വലിയ ബെഡായിട്ടിരിക്കുന്നത്, പക്ഷേ കട്ടിലിൻ്റെ സൈഡിലേക്കായിട്ട് ആൾ കിടക്കുന്നത് കേട്ടോ. പിന്നെ കണ്ണക്കൂട്ടനെ കണ്ട ഞാൻ പുറത്തിൻ്റെ ഉള്ളിൽ പുതച്ച് വെച്ചിരിക്കുകയാണ്. അയ്യോടാ കണ്ണക്കിട്ട നല്ല ഇറക്കം. ചുറ്റും അയ്യോ സങ്കടമായില്ല, ചിരി വന്നു ഗൈസ്. ഞാൻ ശരിക്കും ഫുഡ് കഴിക്കാൻ ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. കാരണം 2 മക്കളും രാവിലെ എണീറ്റ് കാണും. ഇയാൾ ചിലപ്പം ഇഹക്കുട്ടി ചിലപ്പം എണീക്കും. ശ്രീനാട്ടം പോകുന്നുണ്ട് കേട്ടോ. ഇഹക്കുട്ടി ചിലപ്പോൾ എണീക്കും. അവിടെ ഷീറ്റിട്ട് കിടത്തും കേട്ടോ. കണ്ണനെ എണീക്കാൻ കുറച്ച് വൈകാറുണ്ട് മിക്ക ദിവസവും. കണ്ണൻ മിക്ക ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ട് കുറേ നേരം കളിച്ച് വീണ്ടും ഉറങ്ങും കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായത്. അപ്പുഷ അപ്പു ഫോൺ എടുത്ത് വെച്ചടാ. ഓ മൈ ഗോഡ്, കണ്ടോ? എൻ്റെ കുഞ്ഞു ബേബി ചെയ്തത് കണ്ടോ അല്ലേ? ഗുഡ് ഗേൾ. ദോശ വേണോ ഇനി? മേമോട് TV വെച്ച് തരാൻ പറയുമോ? എന്ത് ചൂട്? ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. കുട്ടിയുടെ ചിരി തുടങ്ങിയിട്ടുണ്ട്. കുട്ടിയുടെ ചിരി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഹലോ ഇഹക്കുട്ടാ അനക്ക് ഗൈസ്. അപ്പു ജിംബുവിന് കുറുമ്പ് കാണിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് എണീക്കുന്നത് ജിംബുവാണ് കേട്ടോ. അവിടെ ഒട്ടിക്കും. അയ്യ നമ്മുടെ മുഖത്ത് ഒട്ടിക്കാൻ പറ്റില്ല. ജിംബു ഉണ്ടല്ലോ ഇപ്പോൾ ലാസ്റ്റാണ് എണീക്കുക കേട്ടോ. അപ്പോൾ ആളെല്ലാവരും ശല്യപ്പെടുത്തും. ഇപ്പോൾ ഈ കട്ടിലുകൾ ഇട്ട സ്ഥിതിക്ക് ഇടയിലാണ് അവളുടെ ബെഡ് കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ അറ്റത്താണ് ആ ബെഡ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ ആൾക്ക് കുറച്ച് സമാധാനമായിട്ട് ഉറങ്ങാം. പണ്ടൊക്കെ ആൾ 6 മണിക്കാകുമ്പോൾ എണീക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ വലുതാവും തോറും 8 മണി 9 മണി 9:30 വരെ ഉറങ്ങുന്ന ദിവസങ്ങളുണ്ട് ഇപ്പം.
പക്ഷെ അപ്പൂസിനൊക്കെ നേരത്തെ എണീക്കും കേട്ടോ. കുഞ്ഞു ബേബി ആയ സമയത്ത് ജിമ്പ് ചേച്ചി അങ്ങനെ ആയിരുന്നു. വലുതാവുമ്പോൾ അപ്പു അങ്ങനെ ആവുമോ? നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ മക്കൾ? കുഞ്ഞു ബേബി ആയ സമയത്ത് നേരത്തെ എണീക്കും, വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാലോ ലേറ്റായി എണീക്കും. അപ്പൂസിന് അങ്ങനെ ആവുമോ എന്തോ? അപ്പൂനെ നോക്കുക. ഹലോ, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. മക്കളെല്ലാവരും എണീറ്റിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെയാണ്. അപ്പം ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചാടി പുറത്തിറങ്ങിയാൽ പിന്നെ കിട്ടില്ല. പിന്നൊക്കെ മണ്ണക്കളിയായിട്ട് കുളിപ്പിച്ച് കയറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ 10K ഫാം ആയിട്ടുണ്ട് എന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും ഞാൻ തുടങ്ങിയ സമയത്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ റീച്ച് കിട്ടും, അതുപോലെ ഇത്രയൊക്കെ ആവും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതുപോലെ ഇങ്ങനൊരു 1000 സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ ഒരു 4000 വാച്ചവേഴ്സ്, അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 8K 7K 8K ഒക്കെ ആയ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം, 10K ആവട്ടെ 10K ആവട്ടെ എന്ന് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഗ്രോ ആവാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് പക്ഷേ ഇപ്പോഴാട്ടോ അങ്ങനെ ഒരു ആഗ്രഹം തുടങ്ങിയത്. അപ്പോൾ പക്ഷേ ഞാൻ അതിനനുസരിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചെറുതായ വീഡിയോസും നമ്മൾ മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ച പല മക്കളുടെ വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി നല്ല കണ്ടൻറ്റുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഞാൻ ഇപ്പം പ്രസവിച്ച് കിടക്കുകയാണ്, റെസ്റ്റിലാണ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാനും ചേട്ടൻ നമ്മൾ ചെറുതായിട്ട് മുടക്കി കേട്ടോ. മുടക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഷൂട്ടിലായിരുന്നു. ഞാനിവിടെ എൻ്റെ ആകെ ഒരു ഫോണും ഈ ഒരു ക്യാം മാത്രമേ ഉള്ളൂ കേട്ടോ. ഗോപ്രോൻ്റെ ക്യാം, പിന്നെ ഒരു കുഞ്ഞൊരു ഐഫോൺ, അത്രയേ ഉള്ളൂ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാൻ ലൈവ് കൗണ്ടിലാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. ലൈവ് കൗണ്ടായിട്ട് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ വിനിച്ചേട്ടനും അവിടെ അപ്പു ഒക്കെ ആയ സമയത്ത്, അപ്പു ഉണ്ടായ സമയത്താണ് അവിടെ അപ്പു ഉണ്ടായ സമയത്താണ് ചിമ്മാപ്പള്ളിയിൽ സിസ്റ്റത്തിൽ ലൈവ് കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനിച്ചേട്ടൻ വിചാരിച്ചിരുന്ന ലൈവ് കൗണ്ടായിട്ട് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇടാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാനങ്ങനെ ലൈവ് കൗണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും ഒരു രാത്രിയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. ഞങ്ങൾ പാർട്ടി പേപ്പറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞൊരു പേസ്ട്രി കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു അത്യാവശ്യം മിഡ് നൈറ്റൊക്കെയാണ് പ്രതീക്ഷിച്ചത് കേട്ടോ 10K ആവുന്നുള്ളത്. പക്ഷേ ഒരു 7 മണി ഒക്കെ ആയപ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് കയറി കേട്ടോ. ഒറ്റയടിക്ക് ഒരു 300 അങ്ങനെയൊക്കെ ഇടങ്ങ് കയറിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരു 9000 സംതിങ് എന്തോ ആയിരുന്നു. പക്ഷേ ഒന്ന് സ്ക്രോൾ ചെയ്ത സമയത്ത് 10 എബോവ് അങ്ങ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ലൈക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ജസ്റ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് അനിയത്തിയുടെ അടുത്ത് നിന്നാണ് ഫോണൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആൾക്ക് എന്തൊരു അത്യാവശ്യത്തിൽ വേറെ കോൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ മേക്ക് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചു, ഇങ്ങനെയൊക്കെയാണോ വീഡിയോ ഇടുന്നത്, ഒരു ഉത്തരവാദിത്തം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിപ്പൊക്കെ ആയി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞില്ല. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ആളുകൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പത്തനംതിട്ട അങ്ങോട്ടൊക്കെ എത്തിയിട്ട് ആളും ലേറ്റായിട്ട് എത്തിയത് ആളും വിളിക്കാൻ പറ്റിയില്ല. രാവിലെയാണ് വിളിച്ചത്. അപ്പോൾ ആള് ലൈക്ക് കൗണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഞാൻ വിചാരിച്ച പെർസ്പെക്റ്റീവ് വേറെ ആയിരുന്നു. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു സംഭവം പറ്റി. പക്ഷേ സോറി ഗൈസ്, നിങ്ങളും അത് എക്സ്പെക്ട് ചെയ്തിട്ട് ലൈക്ക് കൗണ്ടിൻ്റെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് എക്സ്പെക്ട് ചെയ്തിട്ടെങ്കിൽ റിയലി സോറി. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരാൾ ഷൂട്ട് ചെയ്യാൻ മാത്രമായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നടക്കും. ഇത് പക്ഷേ നമ്മൾ മക്കളും കുട്ടികളും അതുപോലെ ഫോണ് ഒരാൾ പിടിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ആ ഒരു പ്ലാനിങ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഗൈസ്, ഞാൻ ഡോറൊക്കെ അടച്ച് വന്നിരിക്കുകയായിരുന്നു. ഞാൻ ജിമ്മോട് പറഞ്ഞല്ലോ പുറത്തേക്ക് വരുമ്പോൾ പറഞ്ഞല്ലോ, കേട്ടില്ലേ? ഓക്കെ. അപ്പം ഞാൻ ഡോറൊക്കെ അടച്ച് എല്ലാം ലോക്കാക്കി പോകുന്നതാണ്. ഇവരപ്പുറത്ത് കൂടെ വന്നു എൻ്റെ സൗണ്ട് കേട്ട്. ഞാൻ ജിമ്മിനോട് പറഞ്ഞു കേട്ടോ ഞാനൊരു വീഡിയോ എടുത്ത് വരാമെന്നുള്ളത്. പക്ഷേ ആൾ കേട്ടില്ലായിരുന്നു. അപ്പൂസം വരണുണ്ടോ? ഇല്ല, അപ്പൂസം പോയി. ഓക്കെ ശരി, പോയിട്ട് വാ. താങ്ക് യു പറയും സബ്സ്ക്രൈബേഴ്സിന് 10K തന്നതിന്. ഓക്കെ, നിങ്ങൾ താങ്ക് യു പറയാം. താങ്ക് യു ചേട്ടന്മാരെ ചേച്ചിമാരെ പറയും. ജിംബന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ സിൽവർ ബട്ടണൊക്കെ കിട്ടാനൊക്കെ ആയിട്ട്.
ഗോൾഡൻ അയ്യോ അതിനെന്താ പറയാ, ഞാൻ ശരിക്കും ഏതൊക്കെ ബട്ടൺസ് ഒക്കെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഹയസ്റ്റ് ആയിട്ടുള്ളതാണെന്നല്ലോ, ഡയമണ്ടിന്റെ ആണോ? അയ്യോ അതൊക്കെ കൂടുതലാണ് മോളെ. ഓക്കെ ഗൈസ്, അപ്പോ ആ ബട്ടൺ ഇവിടെ ഉണ്ട്. ബട്ടൺ എൻ്റെ ഡ്രസ്സിലൊക്കെ ഉണ്ട്. എൻ്റെ ഡ്രസ്സിലല്ല, വേറെ ഡ്രസ്സിലുണ്ട്. അത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പറയും. അപ്പോൾ താങ്ക് യു സോ മച്ച്, കീപ്പ് വാച്ചിങ് അല്ലേ. ഇനി ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ചെമ്മാപ്പള്ളി അവിടെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ കാണാം. യെസ്, പുതിയ കിച്ചൺ ആക്കുന്നില്ല. യെസ്, നമ്മൾ വീട് കുറേയൊക്കെ നമ്മൾ എറണാകുളത്തൊക്കെ പോയ സമയത്ത് ഭയങ്കര കലമ്പായിട്ടൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു ബേബി തരുന്ന സമയത്ത് കുറച്ചൊക്കെ വീടൊക്കെ റിനോവേഷൻ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. തുടങ്ങിയിട്ടില്ല, പ്ലാനൊക്കെ ആയിട്ടേ ഉള്ളൂ. ചേട്ടൻ 2 ദിവസം ഇവിടേക്ക് വർക്കുണ്ട്. അതിനിടയിൽ ശടപടെ എന്നൊക്കെ തീർക്കണം. മെയ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എന്താ വെക്കേഷൻ തരാനായിട്ടില്ല. അപ്പോൾ ശരി, ബൈ, താങ്ക് യു. നടക്കണം.